example. Now I am going to take class 9, chapter 1, forces in fluid. In part 2, we are discussed about Archimedes principle, principle of flotation and relative density. Okay, now part 3 started. Let's go to the video. First of all, we are going to study about Pascal's law. Pascal's law എന്ന് പറയുമ്പോൾ തന്നെ first of all in our mind comment excavators. Excavators are meant to help in environmental protection and disaster management, but they are becoming moving forces behind the ruin of environment. ഈ എക്സ്കവേറ്റേഴ്സ് പാസ്കൽസ് ലോന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി എന്താണ് പാസ്കൽസ് ലോ? എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പാസ്കൽസ് ലോ? The pressure applied at any point of a liquid at rest in a closed system will be experienced equally at all parts of the liquid. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ലിക്വിഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തും ഈക്വലായി എക്സ്പീരിയൻസ് ചെയ്യും. Volume of a liquid cannot be changed using pressure. This is the basis of Pascal's law. Next, ഈ Pascal's law use ചെയ്തുകൊണ്ട് some devices are working on the basis of Pascal's law. ഒന്ന് നമ്മൾ പറഞ്ഞു, ഏതാണ്? എക്സ്കവേറ്റർ പറഞ്ഞു, Pascal's lawന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. ഇനി വേറെ ഏതൊക്കെ ഡിവൈസസ് അറിയാം? ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക് ഓഫ് വെഹിക്കിൾസ്, ഹൈഡ്രോളിക് പ്രസ്, ഇതൊക്കെ ഏതിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്? പാസ്കൽസ് ലോന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. Here we are going to study about hydraulic jack. ഹൈഡ്രോളിക് ജാക്ക് പറഞ്ഞു, ഏതിന്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്? പാസ്കൽസ് ലോന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് ഹൈഡ്രോളിക് ജാക്ക്. ഹൈഡ്രോളിക് ജാക്കില് രണ്ട് പാർട്സ് ആണ്, രണ്ട് പിസ്റ്റൺസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിസ്റ്റൺസിന് പേര് കൊടുത്തേക്കാണ് എക്സ് ആൻഡ് വൈ. എക്സ് എന്ന് പറയുന്ന ഒരു പിസ്റ്റണും വൈ എന്ന് പറയുന്ന ഒരു പിസ്റ്റണും ആണ് ഉള്ളത്. അപ്പോ എക്സ് എന്ന് പറയുന്ന പിസ്റ്റണിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആയിട്ടും ഇനി പിസ്റ്റൺ വൈയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി പിസ്റ്റൺ എക്സിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? F1 ഉം പിസ്റ്റൺ വൈയില് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F2 ആണ്. നമ്മള് പഠിച്ചിട്ടുണ്ട് പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചിരുന്നത്? P is equal to F by A. എന്താണ്? പ്രഷർ is equal to force by area ആണ് അല്ലെ? പ്രഷർ ഈക്വൽസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. പിസ്റ്റൺ എക്സിന്റെ കേസില് നമ്മള് ഒരു പ്രഷർ Px ഈക്വൽസ് F1 divided by A1 എന്ന് എഴുതാം അല്ലെ? അക്കോർഡിംഗ് ടു ആ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾക്ക് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള കേസില് അതേപോലെ നമുക്ക് ഇവിടെ എക്സിന്റെ കേസിലുള്ള പ്രഷർ എങ്ങനെ എഴുതാം? Px ഈക്വൽസ് F1 by A1 എഴുതാം. അതേപോലെ വൈ പിസ്റ്റൺ വൈയുടെ പ്രഷർ എങ്ങനെ എഴുതാം? Py ഈക്വൽസ് F2 by A2 എന്ന് എഴുതാം. ഇനി നമുക്കറിയാം അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ രണ്ട് സൈഡിലും രണ്ട് പിസ്റ്റണും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആയിരിക്കും. എക്സിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും വൈയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് Px ഈക്വൽസ് Py. സോ വി ക്യാൻ റൈറ്റ് F1 A1 ഈക്വൽസ് F2 by A2. Therefore we can write F1 divided by A1 equals F2 divided by A2. Then exchanging the sides, F2 divided by A2 equals F1 divided by A1. ഇനി F2 നെ മാത്രം ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് A2 നെ നെക്സ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. Then we will get F2 equals F1 divided by A1 into A2. Therefore F2 equals വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് A2 divided by A1 into F1. അപ്പോ y പിസ്റ്റണില് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഏത് വേരിയബിൾ ആണോ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ഈ ഇക്വേഷനിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ കേസിൽ ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. F2 equals A2 divided by A1 into F1. This is the equation for Pascal's law. Okay, ഇനി ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യാനാണ് പോകുന്നത്. അപ്പോ ഇവിടെ I given one question is here, that is A1 and A2 F1 given in this question. Details are given. A1 means area of cross section of the
ഫസ്റ്റ് പിസ്റ്റൺ ആണ്. That is A1 0.000125 meter square ആണ്. ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സെക്കൻഡ് പിസ്റ്റൺ ആണ് 0.020096 meter square ആണ്. ഇനി F1 തന്നിട്ടുണ്ട്, അതായത് ഫസ്റ്റ് പിസ്റ്റണിലേക്ക് എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് F1 ആണ്, 10 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് പിസ്റ്റണിലേക്ക് എക്സർട്ട് ചെയ്യുന്ന F2 ഫോഴ്സ് F2 unknown ആണ്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ റൈറ്റിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ റൈറ്റിംഗ് ദ ഇക്വേഷൻ F2 equals A2 divided by A1 into F1. ഇനി ആ വാല്യൂസ് ഒക്കെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 0.020096 divided by 0.000125 into 10 ആണ്. ഇത് F1 ആണ് 10 എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും എന്ത് ആൻസർ കിട്ടും? 160 ന്യൂട്ടൺ ആണ് ആൻസർ കിട്ടുന്നത്. അതായത് F2 160 ന്യൂട്ടൺ ആണ്. ഇനി ഞാനിവിടെ രണ്ട് സിറ്റുവേഷൻസ് പറയാണ്. അതായത് ഫസ്റ്റ് സിറ്റുവേഷനില് കോട്ടൺ ക്ലോത്ത് അബ്സോർബ് സ്വെറ്റും, രണ്ടാമത്തെ സിറ്റുവേഷൻ എ പീസ് ഓഫ് ചോക്ക് യൂസ്ഡ് ടു ബ്ലോട്ട് ഇങ്കും. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻസിലും യൂസ് ചെയ്യുന്ന ഒരു ഫിനോമിന എന്ന് പറയുന്നത് കാപ്പിലാരിറ്റി ആണ്. കാപ്പിലാരിറ്റി, ഡ്യൂ ടു കാപ്പിലാരിറ്റി ആണ് ഈ രണ്ട് സിറ്റുവേഷൻസും വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് കാപ്പിലാരിറ്റി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കാപ്പിലാരിറ്റി? ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ മൈന്യൂട്ട് ഹോൾ is known as capillarity. ഇവിടെ ബോർഡില് രണ്ട് ടെസ്റ്റ് ട്യൂബ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബില് വാട്ടറും സെക്കൻഡ് ടെസ്റ്റ് ട്യൂബില് മെർക്കുറി ആണ്. ഇനി ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നോക്കുകയാണെങ്കിൽ കാപ്പിലറി റൈസ് കാണാം, രണ്ടാമത്തില് കാപ്പിലറി ഡിപ്രഷൻ ആണ്. എന്താണ് ഇതിന്റെ റീസൺ? വാട്ട് ഈസ് ദ റീസൺ ഓഫ് this phenomena of capillary rise and capillary depression? എന്തൊക്കെയാണ് ഇതിന്റെ റീസൺ ആയിട്ട് വരുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ റീസൺ ആയിട്ട് വരുന്നത് രണ്ട് ഫോഴ്സസ് ആണ്. ആ രണ്ട് ഫോഴ്സസ് ഏതൊക്കെയാണ്? കോസീവ് ഫോഴ്സ് ആൻഡ് അഡ്ഹസീവ് ഫോഴ്സ് ആണ്. ഇനി എന്താണ് കോസീവ് ഫോഴ്സ്, എന്താണ് അഡ്ഹസീവ് ഫോഴ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ കോസീവ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. കോസീവ് ഫോഴ്സ് എന്ന് വെച്ചാല് the force of attraction between the molecules of the same type of substance. അതാണ് എന്ത്? കോസീവ് ഫോഴ്സ്. അതായത് ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് സിംഗിൾ ഡ്രോപ്സ് 2 drops ഓഫ് വാട്ടർ എടുക്കുകയാണെങ്കിൽ 2 drops ഓഫ് വാട്ടർ ഒരു ഗ്ലാസ് പ്ലേറ്റില് രണ്ട് ഡ്രോപ്സ് അടുത്തടുത്തായിട്ട് 2 drops ഓഫ് വാട്ടർ എടുക്കുക. അതിനുശേഷം വേറെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ട് ഈ രണ്ട് ഡ്രോപ്സിനെയും വളരെ ക്ലോസ് ആയി കൊണ്ടുവരിക. എന്താ കാണാൻ പറ്റുന്നത്? ഈ രണ്ട് ഡ്രോപ്സും തമ്മില് ചേർന്ന് എന്തായി മാറും? ഒരു സിംഗിൾ ഡ്രോപ്പായി മാറും. അതായത് രണ്ടും മോളിക്യൂൾസ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ് അല്ലെ. രണ്ടും ഡ്രോപ്പും ഒരേ സബ്സ്റ്റൻസ് ആണ്, അതൊരു സിംഗിൾ ഡ്രോപ്പ് ആയിട്ട് മാറുക. അതാണ് ഏത്? കോസീവ് ഫോഴ്സ് ആണ്. അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം മോളിക്യൂൾസ് ആണ് അവിടെ വരുന്നത്. അതായത് അവര് രണ്ടുപേരും രണ്ട് ഡ്രോപ്സ് എന്തായിരുന്നു? സെയിം സബ്സ്റ്റൻസ് ആണ്, അതൊരു സിംഗിൾ ഡ്രോപ്പ് ആയിട്ട് മാറുക. ഇനി അഡ്ഹസീവ് ഫോഴ്സ് എന്താണ്? The force of attraction between the molecules of different types of substance is adhesive force. അതായത് ഇവിടെ സെയിം മോളിക്യൂൾസ് അല്ല വരുന്നത്, ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇങ്ങനെ അഡ്ഹസീവ് കേസിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചോക്ക് പീസ് കൊണ്ട് ബോർഡിലേക്ക് എഴുതുകയാണ്. ബോർഡിൽ എഴുതുമ്പോൾ ഈ ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് എന്ത്? ചോക്ക് പീസിന്റെ പാർട്ടിക്കിൾസ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട് ബോർഡിലേക്ക്. അവിടെ എന്താണ് സംഭവിക്കുക? ഏത് ഫോഴ്സ് ആണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ്? അഡ്ഹസീവ് ഫോഴ്സ് ആണ് സംഭവിക്കുന്നത്. അഡ്ഹസീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അവിടെ ബോർഡിലേക്ക് നമ്മൾ ചോക്ക് പീസ് ചെയ്തപ്പോൾ അവിടെ അതിന്റെ പാർട്ടിക്കിൾസ് അവിടെ സ്റ്റിക്ക് ആവുന്നത് അഡ്ഹസീവ് ഫോഴ്സ് ആണ്. അതായത് ബോർഡിന്റെ മോളിക്യൂൾസും ഇതിന്റെ മോളിക്യൂൾസും ഡിഫറെന്റ് ആണ് അല്ലേ. സോ അഡ്ഹസീവ് ഫോഴ്സ് ആണ് ഈ കേസിൽ കാണിക്കുന്നത്. ഇനി വീണ്ടും കാപ്പിലറി റീസ് എന്താണ്, കാപ്പിലറി ഡിപ്രഷൻ എന്താണെന്ന് നോക്കാം. ഇനി ഇവിടെ when adhesive force is greater than
കോസി ഫോഴ്സ് വരുമ്പോഴാണ് കാപ്പിലറി റേസ് സംഭവിക്കുന്നത്. ഇനി when കോസി ഫോഴ്സ് is greater than adhesive ഫോഴ്സ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കാപ്പിലറി ഡിപ്രഷനും ഉണ്ടാവുന്നത്. ഇനി നമ്മളിവിടെ കുറച്ച് ലിക്വിഡ്സ് കൺസിഡർ ചെയ്യാണ്, വാട്ടറും ഹണിയും. ഇനി വാട്ടർ ഫ്ലോസ് ഫാസ്റ്റർ ദാൻ ഹണി. ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ ഒരറ്റത്തായി വാട്ടറിന്റെയും ഗ്ലിസറിന്റെയും ഹണിയുടെയും ഓരോ ഡ്രോപ്പ് ഒരേ വരിയിൽ ഡിഫറെന്റ് പോയിന്റ്സിൽ വീഴ്ത്തുക. അതിനുശേഷം ഗ്ലാസ് പ്ലേറ്റ് അല്പം ചെരിച്ചു പിടിക്കുക. ദെൻ കമ്പയർ ദ സ്പീഡ് ഓഫ് ഫ്ലോ ഓഫ് ഈച്ച് ലിക്വിഡ്. വാട്ടർ ഫ്ലോസ് ഫാസ്റ്റർ ദാൻ ഹണി. ദിസ് ഈസ് ബിക്കോസ് ഓഫ് വിസ്കസ് ഫോഴ്സ്. Between the layers of a liquid in motion, there is a frictional force parallel to the layers which try to prevent the relative motion between the layers. This frictional force is the viscous force. Viscosity is the characteristic property of a liquid to oppose relative motion between its different layers. അതായത് ഒരു ലിക്വിഡിന്റെ ഡിഫറെന്റ് ലേയേഴ്സിൽ അതിന്റെ മോഷനിൽ ഒപ്പോസ് ചെയ്യുക. ആ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനാണ് പറയുന്നത് ഒരു ലിക്വിഡ് റിലേറ്റീവ് മോഷനിലായിരിക്കുമ്പോൾ അതിന്റെ ഡിഫറെന്റ് ലേയേഴ്സിൽ ഒരു ഓപ്പോസിഷൻ വരിക. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മോഷന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു തരം ഫോഴ്സ് ആണ്, ഒരു തരം അതിന്റെ ഒരു പ്രോപ്പർട്ടി, ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കോസിറ്റി. അതായത് ഒരു ലിക്വിഡിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിയാണ്, ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഓരോ ഡിഫറെന്റ് ലേയേഴ്സിൽ വരുന്ന മോഷനെ ഓപ്പോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഒരു പ്രോപ്പർട്ടിയാണ്, ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കൂടിയതും കുറഞ്ഞതുമായ കുറച്ച് ലിക്വിഡ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രേറ്റർ വിസ്കോസിറ്റി ഹണി, ഘീ, ഗം. ലോവർ വിസ്കോസിറ്റി കെരോസിൻ, സ്പിരിറ്റ്, ഡെറ്റോൾ. ഡിപ്പെൻഡ്സ് അപ്പോൺ വിസ്കോസിറ്റി ലിക്വിഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാണ്? വിസ്കസ് ലിക്വിഡ്സും മൊബൈൽ ലിക്വിഡ്സും. ലിക്വിഡ്സ് ഓഫ് ഗ്രേറ്റർ വിസ്കോസിറ്റി വരുന്നതൊക്കെ എന്താണ്? ഇവനൊക്കെ പറയുന്നത് വിസ്കസ് ലിക്വിഡ്സ് എന്നും. ഇനി ലോവർ വിസ്കോസിറ്റി വരുന്ന ലിക്വിഡ്സിന് എന്താണ് പറയുന്നത്? മൊബൈൽ ലിക്വിഡ്സ് എന്നും പറയും. ഇനി നമ്മളൊരു ആക്ടിവിറ്റി പറയുകയാണെങ്കിൽ, അതായത് ഇതിനെ വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പറയാൻ പോകുന്നത്. ഒരു ആക്ടിവിറ്റി പറഞ്ഞുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആക്കാം. ഒരു 2 ടെസ്റ്റ് ട്യൂബിലായിട്ട് കുറച്ച് ഹണി എടുക്കുകയാണ്. 2 ടെസ്റ്റ് ട്യൂബിലും ഹണി എടുക്കുകയാണ്. അതിൽ ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. ഓക്കെ, ഹീറ്റ് ചെയ്തതിനു ശേഷം 2 ടെസ്റ്റ് ട്യൂബും ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് 2 പോയിന്റിൽ നിന്ന് നമ്മൾ പോർ ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും ഫസ്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഹണി? ഏതായിരിക്കും? നമ്മൾ ഹീറ്റഡ് അല്ലെങ്കിൽ ഹോട്ട് ഹണി വളരെ ഫാസ്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാം. ഗ്ലാസ് പ്ലേറ്റിലൂടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഹീറ്റഡ് ആയിട്ടുള്ള ഹോട്ട് ഹണി വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. അതായത് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ് ആണ്. അതായത് നമ്മൾ ഹീറ്റഡ് ആവുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടി, ആ ഹണിയുടെ ടെമ്പറേച്ചർ കൂടി. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ വിസ്കോസിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് viscosity decreases. Okay children, this chapter finished here. Please subscribe, like, share and comment. Thanks for watching this video.